സുഹൃത്തുക്കളെ, ഇന്ന് വൈത്തിരി ടൗണിൽ കണ്ടൊരു കാഴ്ചയിട്ടത് കുറേ പോലീസുകാരും പട്ടാളക്കാരൊക്കെ ഇങ്ങനെ മാർച്ച് നടത്തുന്നത്. അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അത് ഇലക്ഷന് മുന്നോടിയായിട്ടുള്ളൊരു റോഡ് മാർച്ചാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ അവരുടെ ഒപ്പം സ്റ്റേഷനിൽ ഇനി അനുബന്ധ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ച് പോയി. അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ട ഒരു വീഡിയോ ഇട്ടെന്ന്. ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും എന്താ സംഭവം എന്ന്. വൈത്തിരി സ്റ്റേഷനിൽ ഇത്രയും ആസ്തി പോലീസുകാരുണ്ട് എന്ന് തന്നെ നമ്മൾ ഇന്നാട്ട് മനസ്സിലായത്. കാരണം ഈ പട്ടാളക്കാരൊക്കെ ക്യാമ്പിൽ നിന്ന് വന്നതായിരിക്കും. 2 വണ്ടിയൊക്കെ അവിടെ കാണുന്നുണ്ട്. പോലീസുകാർ കുറേ ഉണ്ട് എന്നുള്ളത് നിന്നാണ് എല്ലാവരും പരിചയപ്പെട്ട് SI CI പോലത്തെ സാർമാരും മറ്റ് കോൺസ്റ്റബിൾമാരെയും അതേമാതിരി തന്നെ നമ്മുടെ നാട്ടിൽ ഉള്ള നാസർ സാറേയും പിന്നെ ഷാജഹാൻ സാറേയും നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. വൈത്തിരി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോയിൽ അതിൻ്റെ ഫുള്ളായിട്ടൊന്ന് ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ടും കൂടി പോയതാണ്. അപ്പോൾ കുറേ ആളുകളുമായിട്ട് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു. കുറേ പട്ടാളക്കാരും എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം പങ്കിടാൻ കഴിഞ്ഞു. പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളൊക്കെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം. എൻ്റെ അയൽവാസിയായ ഷാജഹാൻ ഡ്രൈവറാണ് വൈത്തിരി സ്റ്റേഷനിലെ. അപ്പോൾ ഷാജഹാൻ സാർ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി തന്ന്. അപ്പം നമ്മൾ പുതിയ സ്റ്റേഷൻ്റെ ഉള്ളിലത്തെ ലോക്കപ്പും ഓഫീസും മറ്റ് സൗകര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണട്ടോ. നമ്മളെ നാട്ടിലുള്ള സ്റ്റേഷൻ എന്നുള്ളവർക്ക് നല്ല ഒരു അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പട്ടാളക്കാർ ഇപ്പം ഇന്ന് ഓരോ ക്യാമ്പിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് തോന്നുന്നത്. താഴെ ഒരു വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ ഒരു ബസ് ഇത് അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടൊന്ന് അകത്തേക്കൊന്ന് കയറി നോക്കാം. വൈത്തിരി സ്റ്റേഷൻ എന്ന് പറഞ്ഞാലേ ആർക്കും എന്ത് പരാതി ഉണ്ടെങ്കിലും ധൈര്യത്തിൽ ഏത് പെണ്ണുങ്ങൾക്കായാലും കുട്ടികൾക്കായാലും കയറി ചെല്ലട്ടോ. മറ്റേതൊക്കെ പണ്ടൊക്കെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊപ്പം നിൽക്കണ കട്ടക്ക് നിൽക്കണ സാർമാരാണ് വൈത്തിരി സ്റ്റേഷനിലുള്ളത്. അപ്പോൾ എല്ലാവരും നല്ലൊരു പെരുമാറ്റമായിരുന്നു. ഞാൻ സ്റ്റേഷനിലേക്ക് കയറി ചെന്നപ്പോൾ നമ്മളെ മേഡം ആയാലും സാർമാരായാലും ഒക്കെ എല്ലാം എനിക്ക് കാണിച്ചു തന്നതാണ്. ഇതാണ് ലോക്കപ്പ്. ഈ ലോക്കപ്പ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാകും. പക്ഷേ അതിൽ കയറാനുള്ളൊരവസ്ഥ ആർക്കും കൊടുക്കാതെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം അതൊരു മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഏതായാലും പിന്നെ സ്റ്റേഷൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് ധൈര്യസമേതം പോയി കാണട്ടോ. വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ നല്ലൊരു വെളിച്ചും ഒരു നല്ല വൃത്തിയും ഭംഗിയൊക്കെ ഉള്ളൊരു സ്റ്റേഷൻ തന്നെ കേട്ടോ. മറ്റു ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ടൈമിൻ്റെ കുറവ് മൂലം അധികം വീഡിയോസുകളൊന്നും എടുക്കണില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ സുഹൃത്തുക്കളെ നമ്മളെ വൈത്തിരി പോലീസ് സ്റ്റേഷൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ടൗണിൽ നിന്ന് തന്നെ ഈ മാർച്ച് കണ്ടപ്പോൾ അവരപ്പോൾ ഇങ്ങനെ കയറി വന്നൊന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുന്നിലെത്തിയത്. ഓക്കെ.